തമിഴിലൊരു സിനിമയുണ്ട്. സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അർജുനാണ് നായകൻ. അപ്പൊ തന്റെ VVIP-നെ ഒരു ശത്രു വെടിവെച്ചപ്പോ ഇദ്ദേഹം അടുത്തേക്ക് വന്നത് പിടിക്കുന്നതിന്റെ മുമ്പ് ഇദ്ദേഹം വെടിവെച്ച് കഴിഞ്ഞു. അപ്പൊ കുറച്ച് അപ്പുറത്ത് നിന്ന് ഇദ്ദേഹം ചാടി വന്ന് ആ വെടിയുണ്ട കൈകൊണ്ട് പിടിച്ച് അത് സ്ലോ മോഷനിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പോക്കറ്റിലിട്ട് കൂളായി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ ഹിന്ദി സിനിമയിൽ നല്ല അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനും. അപ്പോ ഇതിന് അപ്പുറത്തായിട്ട് ബൈക്കിൽ വന്ന രണ്ട് നായകന്മാർ, അജയ് ദേവ്ഗണ്ണും അതുപോലെ തന്നെ വിനോദ് ഖന്നയും. ഇവർക്ക് അപ്പുറത്തേക്ക് കടക്കണം, വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, സമയമില്ല. അപ്പോ രണ്ട് ചക്രത്തിന്റെ ഇടയിലൂടെ ഇവര് ബൈക്ക് ഓടിച്ച് അപ്പുറത്തേക്ക് കടന്ന് ശത്രുവിനെ നേരിടുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ മലയാള സിനിമയിൽ ഒരുപാട് നായകന്മാര്, അതായത് പെരുമ്പാമ്പിനെ പോലെ തല്ലി ചതച്ചാലും പെട്ടെന്ന് ചാടി വന്ന് ശത്രുവിനെ നേരിട്ട് വിജയിച്ചു നിൽക്കുന്ന നായകന്മാര്. ഇതൊക്കെ സഹിക്കാമെങ്കിൽ നമുക്ക് ഇതും സഹിക്കാം. നമസ്കാരം, യന്ത്രാകട്ട് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു എന്റർടൈൻമെന്റ് ആണ്. പാതാക്കര മനക്കിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയതാണ്. അപ്പോൾ ആ വിവരങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. വിവരം എന്ന് പറയാം, കാരണം അതൊരു ഐതിഹ്യമാണ്. അപ്പൊ അന്നത്തെ ആ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഐതിഹ്യം. അപ്പൊ അന്നത്തെ മനുഷ്യർ എങ്ങനെയായിരുന്നു ചിന്തിച്ചത്? വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്നും ഇങ്ങനത്തെ സിനിമകളൊക്കെ തന്നെയല്ലേ നമ്മൾ കാണുന്നതും നമ്മൾ അതിനെ സൂപ്പർ ഹിറ്റ് ആക്കുന്നതും. അപ്പൊ അതുപോലെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. ഞാൻ കുറച്ച് ചിരിച്ചു ഇത് വായിച്ചപ്പോ. അപ്പോ നിങ്ങളും കുറച്ച് ചിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ പ്രധാന കാര്യം, അതായത് പാതക്കര മനക്കില് 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ആ കാലത്ത്. അത് മൂസമ്പൂരി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ആള് അനുജൻ നമ്പൂരി. പിന്നെ ഈ മൂസമ്പൂരിയുടെ വേളിയായിട്ടുള്ള ഒരു അന്തർജനം ഉണ്ടായിരുന്നു. ഇവര് വളരെ പ്രസിദ്ധമായിരുന്നു. കാരണം ഇവര് കഴിക്കുന്ന ഭക്ഷണ രീതിയെ കുറിച്ചാണ് ഭയങ്കര പ്രസിദ്ധം. കാരണം ഓരോരുത്തർക്കും, അതായത് ജ്യേഷ്ഠൻ നമ്പൂതിരിക്കും അനിയൻ നമ്പൂതിരിക്കും 12 ഇടങ്ങഴി അരിയുടെ ചോറ് വേണം. അത് അപ്പോ അന്തർജനമാണെങ്കിൽ 3 ഇടങ്ങഴിയുടെ ചോറാണ് ഉള്ളത് കഴിക്കുക. ഇങ്ങനെ ഇവര് 3 പേർക്കുള്ള ഭക്ഷണമാണ് എന്നുണ്ടാക്കുക. അപ്പൊ കഴിക്കുന്ന സമയത്ത് 12 തേങ്ങ വെച്ച് കൊടുക്കും. ഈ തേങ്ങ പൊളിക്കാത്ത നാളികേരായിരിക്കും. അപ്പൊ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൈകൊണ്ട് ഞരടി പിടിച്ച് അതിന്റെ പാലെടുത്ത് അങ്ങനെ ചോറിൽ കൂട്ടിയിട്ടാണ് ഇവർ കഴിക്കുന്നത്. അപ്പൊ പൊളിക്കാത്ത നാളികേരമാണ്. അത്ര ബലവാന്മാരായിരുന്നു ഇവര്. അങ്ങനെ ഒരു ദിവസം ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, അതായത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതിന് മുമ്പ് ഒരു നമ്പൂതിരി ഓടിക്കതച്ചു വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതായത് ഇവിടെ വിട്ട് ഞാൻ പറയാൻ ഏൽപ്പിച്ചിരുന്നു, പക്ഷെ അനുജൻ ആണ് പറഞ്ഞത്. അദ്ദേഹം ഇവിടെ പറയാൻ വിട്ടുപോയി, ഒന്നും തോന്നരുത്. എന്റെ ജന്മനക്ഷത്രമാണ് ഇന്ന്, അതുകൊണ്ടൊരു സദ്യ വീട്ടിൽ നടത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും വരണം, നിങ്ങൾ വന്നാലേ അത് പൂർണ്ണമാവുള്ളൂ, അപ്പോൾ വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ക്ഷണമല്ലേ, സ്വീകരിച്ചു. എന്നാ ഒരു കാര്യം ചെയ്യും, ചോറ് വൈകിട്ട് കഴിക്കാം അവിടെ വെച്ചിട്ട്. ഇവര് രണ്ടുപേരും കൂടി പോയി. അപ്പൊ ഇവര് അങ്ങനെ സദ്യ കഴിക്കാൻ പോയപ്പോ അന്തർജനം വിചാരിച്ചു ഇത് വൈകുന്നേരം ആയപ്പോഴേ ആറ് തണുത്തിട്ട് എന്താ. അപ്പൊ ഈ 12 ഇടങ്ങഴിയുടെ ഈ 2 കൂടിയിട്ടുള്ള ഇത്, അപ്പൊ എന്ന് പറഞ്ഞാൽ 24 അല്ലെ ഇടങ്ങഴി ചോറും പിന്നെ 3 ഇടങ്ങഴിയുടെ അരിയുടെ ചോറും ഇവരെല്ലാം കൂടി ഒരുമിച്ച് ഈ അന്തർജനം കഴിച്ചു. അങ്ങനെ വൈകുന്നേരം ഇദ്ദേഹം മടങ്ങി വന്നു. ഇദ്ദേഹം മടങ്ങി വന്നപ്പോ വൈകുന്നേരം അദ്ദേഹം ചോദിക്കുകയാണ്, അതായത് എവിടെയാണ് ചോറ്, നല്ല ചൂടുള്ള ചോറാണ് കിട്ടുന്നത്, അപ്പൊ തണുത്ത് പോയിട്ടുണ്ടാവുന്ന ഞങ്ങൾ വിചാരിച്ചത്. അപ്പൊ ഇവര് പറഞ്ഞു, അല്ല ഞാനങ്ങ് കഴിച്ചു ഈ ഭക്ഷണം എന്ന് പറഞ്ഞു. ഈ ചോറ് നിങ്ങൾ കഴിച്ചോ? അപ്പൊ അന്തർജനം കഴിച്ചു എന്ന് പറഞ്ഞപ്പോ ഇനി നമ്മൾക്ക് നാളെ തൊട്ടിട്ട് 12 3 ഇടങ്ങഴി ആക്കണ്ട, ഈ സാധാരണ ഇടുന്നതിന് പുറമെ ഒരു 12 ഇടങ്ങഴി അരിയും കൂടി ഇട്ടോളാം. അതാണ് ആദ്യത്തെ, അതായത് ഇവരെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം പുറത്തു കേൾക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. ഈ പാതക്കര മന എന്ന് പറയുന്നത് ചെറിയ ക്ലിപ്പ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ വിവരങ്ങളൊക്കെ കേട്ടറിഞ്ഞ് പാതക്കരയുള്ള ഒരു നമ്പൂതിരി, അദ്ദേഹം കോഴിക്കോട് താമസം, അവിടെ വലിയ പ്രശസ്തനാണ് ഇദ്ദേഹം. കാരണം ഇദ്ദേഹം 4 ഇടങ്ങഴി ചോറ് അരിയുടെ ചോറാണ് കഴിക്കുന്നത്. ഇദ്ദേഹത്തിന് അറിയില്ല 12 ഇടങ്ങഴി ചോറിന്റെ അത് കാണാൻ പാതക്കര നമ്പൂതിരിമാര് കഴിക്കുന്നതെന്നും ഇവര് വളരെ ബലവാന്മാരാണെന്നുള്ള കാര്യമൊന്നും അറിയാതെ ഒരു ദിവസം അദ്ദേഹം കോഴിക്കോട് നിന്ന്
പാതക്കര വരണം. അവിടെ അദ്ദേഹം വളരെ പ്രശസ്തനാണ്. അപ്പോ ഇവരെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് പാതക്കര വന്നപ്പോ ഇവര് ഈ പല കാര്യങ്ങൾക്കും ഇവർ പ്രശസ്തരാണ്. ഈ രണ്ട് നമ്പൂതിരിമാര് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നു. അപ്പൊ അവിടെ വന്ന സമയത്ത് ഇവർ രണ്ടുപേരും പുറത്തു പോയിരിക്കുകയാണ്. അപ്പൊ അന്തർജനത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ അവരെ കാണാൻ വന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവര് പറഞ്ഞു വൈകുന്നേരം ആവും വരണം എന്നുണ്ടെങ്കിൽ എന്ന്. അത് സാരല്ല, ഞാൻ കാത്തിരിക്കാം, എന്നാ ഊണ് ഞാൻ ഇവിടുന്ന് കഴിക്കുകയാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ചോറ് ഞാൻ തയ്യാറാക്കാൻ, നിങ്ങൾ പോയി കുളിച്ചു വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇവര് കുളിക്കാൻ വേണ്ടി പോയി. ഈ നമ്പൂതിരി കുളിക്കാൻ വേണ്ടി പോയപ്പോ ഇവരപ്പോഴേക്കും ചോറ് റെഡിയാക്കി, 4 അടങ്ങൽ ചോറ് ശരിയാക്കി, എന്നിട്ട് 4 നാളികേരം അവിടെ കൊണ്ടുവന്നു വെച്ചു, പുളിക്കാത്ത നാളികേരം. അപ്പൊ ഈ നമ്പൂരി വന്നപ്പോ നമ്പൂരിക്ക് അത്ഭുതമായി. കാരണം കറിയൊന്നുമില്ല, മോര് ഒന്നുമില്ല, വെറും ഈ നാളികേരം മാത്രം. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ പുളിക്കാത്ത നാളികേരം വെച്ചിരിക്കുന്നത്, ഒന്നും കൂട്ടാനൊന്നുമില്ലേ? അവർ പറഞ്ഞു, നാളികേരം പാല് കൂട്ടിയിട്ടാണ് ഇവിടെ ചോറുണ്ണാറില്ല, അതിന് നാളികേരപ്പാലില്ലാതെ എങ്ങനെ ഈ പൊളിക്കാത്ത നാളികേരം കൊണ്ടുവന്നു. അപ്പൊ ഈ സ്ത്രീ അകത്തുനിന്ന് ഇവര് മുഖം കാണിക്കില്ല, പരപുരുഷന്മാർക്ക് മുഖം കാണിക്കുന്നൊന്നുമില്ല. അപ്പൊ അവര് അകത്ത് നിന്ന് പുറത്തേക്ക് കൈകൾ മാത്രം നീട്ടി 4 നാളികേരം കൊണ്ടുവന്ന് ഇയാളുടെ മുന്നിൽ, അതായത് അവര് അപ്പുറത്ത് മറിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഈ കൈ കൊണ്ട് അമർത്തി ഈ പാല് പിഴിഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പോ ഈ നമ്പൂതിരിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം ഈ അന്തർജനം തന്നെ ഇത്ര ബലവാനതാണെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റവരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ ഞാനൊക്കെ എത്രയോ നിസ്സാരൻ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോയി എന്നാണ് ഒന്നാമത്തെ ഐതിഹ്യം. രണ്ടാമത്തെ ഐതിഹ്യം പറയാം. അതായത് ഒരു ദിവസം ഈ 2 നമ്പൂതിരിമാര്, അതായത് മൂത്ത നമ്പൂരി രണ്ടാമത്തെ നമ്പൂരിയും, അവരൊക്കെ പുറത്തു പോകേണ്ട വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പുറത്തു പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോ നമ്പൂരിക്ക്, അതായത് മൂത്ത നമ്പൂരിക്ക് അന്തർജനത്തിന്റെ ബലം ഒന്ന് പരീക്ഷിക്കണം. പുറത്ത് വലിയ ആട്ടുകല്ല് ഉണ്ട്. ഈ ആട്ടുകല്ല് എന്ന് പറയുന്നത് 12 അടങ്ങഴി അരി ഒരേ സമയത്ത് അരയ്ക്കുന്ന ഒരു ആട്ടുകല്ലാണ്, വലിയ കല്ല്. ആ കല്ല് അദ്ദേഹം കൊണ്ടുവന്നിട്ട് അവര് ഉത്തരത്തിൽ കെട്ടിത്തൂക്കി പുറത്ത് ഇതിന്റെ മുകളിൽ. അപ്പൊ അന്ന് കറുത്തവാവാണ്. ഈ കറുത്തവാവിന് അവര് ചോറുണ്ടില്ല, പകരം അരി അരച്ചിട്ടുള്ള പലഹാരങ്ങളാണ്. അപ്പോ ബലം പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ഇവര് പുറത്തു പോയപ്പോ അന്ന് കർത്തവാവാണല്ലോ. അപ്പോ ഭക്ഷണം ഉണ്ടാക്കണം, അതിന് പലഹാരം ഉണ്ടാക്കണമെങ്കിൽ അരി അരയ്ക്കണം. അന്തർജനത്തിനാണ് ഇത് ചെയ്തിരുന്നത്. അന്തർജനം പുറത്തു വന്നപ്പോൾ ആട്ടുകല്ല് കാണാനില്ല. പിന്നെ നോക്കിയപ്പോ ഉത്തരത്തിൽ ഇതിങ്ങനെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. അന്തർജനം വേഗം അത് കൂളായിട്ട് അയച്ചെടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് അരിയൊക്കെ അരച്ച് വീണ്ടും ഈ സാധനം കെട്ടി അവിടെ തന്നെ വെച്ചു. ഇവർ തിരിച്ചു വന്ന് വൈകുന്നേരത്തേക്ക് ഈ പലഹാരം കണ്ടപ്പോ അവർ അത്ഭുതപ്പെട്ടു, എങ്ങനെ ഇത് സാധിച്ചു ചോദിച്ചു. അപ്പോ പറഞ്ഞു, ഞാൻ കണ്ടു, ഉത്തരത്തില് ഇത് കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടു, ഞാനത് അരിച്ചു, ഇത് കംപ്ലീറ്റ് അരച്ച് മാവ് എടുത്തതിനു ശേഷം വീണ്ടും അവിടെ തന്നെ കെട്ടി വെച്ചു. ഓ, നല്ല ബലമുള്ള അന്തർജനം തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് അവർക്ക് മനസ്സിലായി. ഇതാണ് രണ്ടാമത്തെ ഐതിഹ്യം. ബാഹുബലിമാരാണ്, ഭയങ്കര ശക്തിയുള്ള ആൾക്കാരാണ്. അപ്പോ അതിന്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇനി മൂന്നാമത്തെ ഐതിഹ്യത്തെ കുറിച്ച് പറയാം. മൂസാംപൂരി രണ്ടാമത് അനുജൻ നമ്പൂരിയും കൂടി ഒരു ദിവസം, അതായത് സാധാരണ അവർക്കൊരു പതിവുണ്ട്, വൈകുന്നേരം മൂസാംപൂരി പോയിട്ട് കുളത്തിൽ കുളിച്ച് അവിടുന്ന് ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുതു വരുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അന്ന് അനുജൻ നമ്പൂരി പുറത്ത് ഒരു പരിപാടി കാണാൻ വേണ്ടി പോയിട്ട് വന്നിരുന്നവരാണ്. അപ്പോ ഈ ഇതിന്റെ അടുത്തായിട്ട്, അതായത് നമ്മള് ആ ക്ഷേത്രത്തിന്റെ പുറകിലായിട്ട് ആ പോകുന്ന വഴിക്ക്, ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഇടവഴിയുണ്ട്. ഇടവഴി പറഞ്ഞാൽ കഷ്ടിച്ച ഒരു ആനയ്ക്ക് പോകാവുന്ന ഒരു ഇടവഴി. അപ്പോ മൂത്താമ്പൂരി ആ വഴിക്ക് വരുന്ന സമയത്ത് ഒരു ആന വരുന്നുണ്ട്. അപ്പൊ ഇവര് ആനയല്ല, ഏത് ആള് ഇത് വന്നാലും ഇവര് വഴി മാറി കൊടുക്കില്ല, അവര് പുറകോട്ട് പോയിക്കൊള്ളണം. അതാണ് ഇവരുടെ ഒരു ചിട്ട. അപ്പോ ഈ ആന വന്ന സമയത്ത് ഇദ്ദേഹം വഴി മാറിയില്ല. ആ ആനയുടെ പുറകിലായിട്ട് അനുജൻ നമ്പൂരി എവിടുന്നോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ജ്യേഷ്ഠൻ നമ്പൂതിരി അനിയൻ നമ്പൂതിരിയും കണ്ടില്ല, അനിയൻ നമ്പൂതിരി ജ്യേഷ്ഠൻ കണ്ടില്ല, കാരണം ആനയുടെ മറവ് കാരണം. അപ്പൊ ആനയുടെ ഈ മസ്തകത്തിൽ പിടിച്ചിട്ട് മൂത്ത നമ്പൂരി അങ്ങ് പുറകോട്ട് തള്ളി.
പുറകോട്ട് പോകാറുണ്ട്. അപ്പൊ ബാക്കിലുള്ള നമ്പൂതിരി ഉണ്ടല്ലോ വിടില്ലല്ലോ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, മുൻപോട്ട് പോകാറുണ്ട് തള്ളി. അപ്പൊ ആന വീണ്ടും മുന്നിലേക്ക് വരാൻ തുടങ്ങിയപ്പോ ജ്യേഷ്ഠന് മനസ്സിലായി അനുജൻ നമ്പൂതിരി അപ്പുറത്ത് ഉണ്ട്, കാരണം വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല. അപ്പൊ ആരാണ് അപ്പുറത്ത്? അനുജൻ നമ്പൂതിരി ആണോ ചോദിച്ചു. ഉടനെ അത് മറുപടി പറഞ്ഞു, ജ്യേഷ്ഠ നമ്പൂതിരിയാണല്ലേ അത്. എന്നാ ശരി, നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ വഴി മാറി പോകാൻ പറ്റില്ലല്ലോ, ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഈ ആനയുടെ രണ്ട് കാലിലങ്ങ് പിടിച്ച് ആനയെ പതുക്കെ പുറത്തേക്ക് പൊക്കി അപ്പുറത്ത് വേലിയുടെ അപ്പുറത്തേക്ക് വെച്ച് ഇവർ രണ്ടുപേരും നടന്നുപോയി. എങ്ങനെയുണ്ട് ബാഹുബലിമാർ? നല്ലോണം ചിരിച്ചോളൂ കേട്ടോ, ഞാൻ കുറച്ച് ചിരിച്ചതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വിശേഷം, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വിഷയം. അപ്പോൾ എന്റർടൈൻമെന്റ് നമ്മുടെ ഭാഗമാണല്ലോ, എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്നാണല്ലോ, അങ്ങനെ കണക്കാക്കിയാൽ മതി. വീണ്ടും ഒരു പുതിയ വിഷയവുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, കാരണം അത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കോളൂ. ഞാൻ ഇനിയിപ്പോൾ ഒരു എൻഡോഴ്സ് ചെയ്യുന്നില്ല, കാരണം ചില വിവാദങ്ങളായ കമന്റുകൾ വരുമ്പോൾ നമ്മൾ എൻഡോഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവരും എൻഡോഴ്സ് ചെയ്യണം, എല്ലാവരും ലൈക്ക് അടിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മളത് വിവാദമാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരുടെയും കമന്റ് വായിക്കുന്നുണ്ട്. വളരെ അശ്ലീലമായിട്ടും അല്ലെങ്കിൽ സഭ്യതരമല്ലാത്ത കമന്റുകൾ മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ അത് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.